നമ്മളെല്ലാവരും ഒരു പ്രായം കഴിഞ്ഞാൽ മക്കളുടെ ചെലവിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒട്ടുമിക്ക പാരൻസും. അതിനുവേണ്ടി മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുകയും ജോലി നേടാൻ വേണ്ട സാമഗ്രികളെല്ലാം ചെയ്തു കൊടുക്കും. എന്നാൽ അത്തരത്തിൽ സ്വന്തമായിട്ട് കുടുംബം പുലർത്താൻ ശ്രമിച്ച ഒരു യുവതിയാണ് രാധിക യാദവ്. പോപ്പുലർ ആയ ഒരു ടെന്നീസ് പ്ലെയർ ആണ്. ബന്ധുക്കളുടെ കളിയാക്കൽ മൂലം പിതാവിന് ഈഗോ വർദ്ധിച്ച്, അതായത് മകളുടെ ചെലവിലാണ് കുടുംബം പുലർത്തുന്നതെന്ന്. അങ്ങനെ വന്നപ്പോൾ പിതാവ് രാധിക യാദവിനെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. പക്ഷേ ഈ കേസിനെ പറ്റി പോലീസ് പറയുന്നത് ദീപക് യാദവ്, അതായത് രാധിക യാദവിന്റെ അച്ഛനായ താൻ തന്നെയാണ് 2.5 കോടിയൊക്കെ മുടക്കി തന്റെ മകൾക്ക് ടെന്നീസ് പരിശീലന കേന്ദ്രം തുടങ്ങാൻ വേണ്ട എല്ലാ സഹായവും ചെയ്തതെന്ന്. തന്റെ മനസ്സിനെ പ്രകോപിപ്പിക്കാൻ കാരണം മകൾ ആൺസുഹൃത്തുമായി ഒപ്പമുള്ള ചിത്രങ്ങളും, കൂടാതെ രാധിക യാദവ് ഈ മേഖല വിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് തിരിയുന്നുവെന്നും ഇത് തന്റെ മനസ്സിനെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി എന്നാണ് പോലീസ് നിലവിൽ പറയുന്നത്. ഈ വിഷയത്തെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, ഒരു കൊലയിലേക്ക് നയിക്കാൻ വേണ്ട തെറ്റൊന്നും രാധിക യാദവ് ചെയ്തിട്ടില്ല. ആദ്യം തന്നെ നമുക്ക് ആൺസുഹൃത്തിന്റെ കേസ് പറയാം. പിതാവ് എന്ന നിലയിൽ ചിലപ്പോൾ സ്വന്തം മകൾ മറ്റൊരാളോടൊപ്പം ചിത്രങ്ങൾ എടുക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ലായിരിക്കാം. അത് ഞാൻ അദ്ദേഹത്തിന് വിടുന്നു. രണ്ടാമത്തേത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ്. ഇന്നത്തെ കാലത്ത് അത് നല്ലൊരു കരിയറായി കൊണ്ടുപോയി നല്ല രീതിക്ക് ഏണിങ്സ് ഉണ്ടാക്കി ജീവിക്കുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് നമ്മുടെ സമൂഹത്തിലുണ്ട്. മൂന്നാമത്തെ കേസ്, ബന്ധുക്കൾ കുറ്റപ്പെടുത്തിയത് കൊണ്ട് പിതാവിന്റെ ഉള്ളിൽ ഈഗോ വർദ്ധിച്ചു. സ്വന്തം മകൾ വരുമാനമുണ്ടാക്കി കുടുംബം പുലർത്തുന്നത് അത്ര വലിയ അഭിമാനവ്രണം ഉണ്ടാക്കുന്ന വിഷയമൊന്നുമല്ല. ബന്ധുക്കൾ കളിയാക്കിയപ്പോൾ പിതാവിന് നല്ല അസലായ മറുപടി കൊടുക്കായിരുന്നു. ഇന്നത്തെ കാലത്ത് മക്കളെല്ലാം സ്വന്തം കാര്യം നോക്കി ജീവിക്കുമ്പോൾ എന്റെ മകൾ എന്നെയും കുടുംബത്തെയും നല്ല അന്തസ്സോടെയാണ് സംരക്ഷിക്കുന്നതെന്ന്. ഇങ്ങനെ ഒരു ക്രൂരത ചെയ്ത പിതാവിനോടും പിതാവിനെ പിരികേറ്റിയ ബന്ധുക്കളോടുമായി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള അനാഥാലയത്തിൽ ഒന്ന് ചെല്ലുക. എന്നിട്ട് അവിടെയുള്ള പ്രായമുള്ളവരോട് ചോദിക്കുക, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ താമസിക്കുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു തരും, ഒരു ആയുസിന്റെ പകുതിയും സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ട് അവർ സ്വന്തമായിട്ട് ചിറക് വെച്ചപ്പോൾ സ്വാർത്ഥരായി സ്വന്തം അച്ഛനെയും അമ്മയും ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവർക്കുണ്ടായ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടും സങ്കടങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നതിലും വൃത്തിയായി അവർ പറഞ്ഞു തരും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.